ഹായ് ഓൾ, എല്ലാവരും എന്തൊക്കെ പറയുന്നു? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാലെ ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഓഫുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എസ്തേർ അനിയത്തിയുടെ വീട്ടിലാണ്, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തു നിന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ. എനിക്ക് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്, അച്ചാച്ചന് ഇഡ്ഡലിയും. പക്ഷേ ഞാൻ ഒരു ഹാഫ് മസാല ദോശ എടുത്തുള്ളൂ കേട്ടോ, ബാക്കി അച്ചാച്ചന് കൊടുത്തു. അങ്ങനെ അച്ചാച്ചൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി വൈകിട്ട് നമുക്ക് പള്ളിയിലൊക്കെ പോകണം. പിന്നെ മസാല ദോശ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഡലിയും കൂടെ കഴിക്കാനായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഇഡലിയൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേത് വലുതായിട്ട് കറിയൊന്നുമില്ലായിരുന്നു. ചോറ്, ചമ്മന്തിപ്പൊടി, പിന്നെ അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറ് ഉച്ചക്കത്തെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുൽഫി കഴിച്ചേ. നരസിംഹം എന്ന് തോന്നുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്, മോഹൻലാലിൻ്റെ. അപ്പം നമ്മളിപ്പോൾ റെഡി ആയിട്ട് പോകുന്നത് പള്ളിയിലാണ് പോകുന്നത് കേട്ടോ. കുറേ നാളായി പള്ളിയിൽ പോയിട്ട്. അപ്പം നമ്മൾ 2 പേരും പള്ളിയിലൊന്ന് പോകാമെന്ന് വെച്ചു. ബസ്സിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. എസ്തേറിൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ്. അനിയത്തിക്ക് ഇപ്പോൾ അവധി ആയതുകൊണ്ട് എസ്തറിനെ അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ. ഇനി സ്കൂൾ തുറക്കുന്നതിന് 2-3 ദിവസം മുമ്പ് എസ്തറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവേ. ബസ്സിന് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ മെട്രോയ്ക്കാണ് കേട്ടോ പള്ളിയിൽ പോകുന്നത്. ഊത്മേത്ത സെൻറ്റ് മേരീസ് ചർച്ചിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. മാതാവിൻ്റെ അടുത്ത് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി മാതാവെല്ലാം നോക്കിക്കോളും. ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിന് കിട്ടുന്നൊരു സമാധാനം ഇല്ലേ, അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ബുർജുമാൻ മോളിലാണ് പോയത്. നമ്മൾ ഇന്നൊരു ഫിലിം കാണാനായിട്ട് വന്നിക്കുവാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനും അച്ചാച്ചനും തന്നെ ഒരു ഫിലിമിന് വരുന്നത്. എസ്തേർ അനിയത്തിയുടെ വീട്ടിലായതുകൊണ്ട് അവളോട് പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ഫിലിമിന് പോകുന്ന കാര്യം. നുണക്കുഴി ഫിലിം കാണാനായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ സിനിമയ്ക്ക്. കാരണം എനിക്കൊന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കാണ് പോയത് കേട്ടോ. പിന്നെ ഫിലിം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പോപ്കോൺ കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പോപ്കോണും തീർന്നു. പക്ഷേ നല്ല അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. ചിരിച്ച് ചത്തു എന്ന് തന്നെ പറയാം. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫിലിം എല്ലാം കണ്ട ശേഷം നമ്മൾ വീട്ടിൽ വന്നു. ബീഫ് ചോറോ അങ്ങനെ എന്തോ ഒരു സംഭവം, ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതായിരുന്നു നമ്മുടെ ഡിന്നർ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. സപ്പോർട്ട് ചെയ്യണേ. ലവ് യു ഓൾ. ബൈ ബൈ.